ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് W.H. ഓഡൻ എഴുതിയ സേ ദിസ് സിറ്റി ഹാസ് 10 മില്യൺ സോൾസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. സേ ദിസ് സിറ്റി ഹാസ് 10 മില്യൺ സോൾസ് എന്ന കവിത 1939 എഴുതിയതാണ്. നാസി ജർമ്മനിയുടെ കാലഘട്ടത്തിൽ ജൂത അഭയാർത്ഥികളുടെ അവസ്ഥയെയാണ് ഈ കവിത വിവരിക്കുന്നത്. അവർ എങ്ങനെയാണ് വിവേചനത്തിന് ഇരയായത് എന്ന് ഇതിൽ വിവരിക്കുന്നു. ഇംഗ്ലണ്ട്, US തുടങ്ങിയ രാജ്യങ്ങൾ അഭയം നേടാൻ പല ജൂതന്മാർക്കും കഴിഞ്ഞില്ല. അപ്പം നാസി ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. പക്ഷെ മറ്റെവിടെയെങ്കിലും അഭയം കണ്ടെത്താൻ കഴിയാതെ വന്ന ജൂത അഭയാർത്ഥികളുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. Say this city has 10 million souls. Some are living in mansion, some are living in halls. അപ്പോൾ 10 മില്യൺ സോൾസ് എന്ന വാചകം ഒരു നഗരത്തിൽ താമസിക്കുന്ന വലിയ സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഹൈലൈറ്റ് ചെയ്യുന്ന ആ വാസ്റ്റ് പോപ്പുലേഷനെയാണ്. അപ്പം നഗരത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. അടുത്ത വരിയിൽ മാൻഷൻ, അത് മാളികകൾ എന്നത് സമ്പത്ത്, പദവി, സുഖ സൗകര്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതായത് വെൽത്ത്, പ്രിവിലേജ് ആൻഡ് കംഫർട്ട്. അത് മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് സുഖകരമായ ജീവിതം നയിക്കുന്ന സമ്പന്നരെ പ്രതിനിധീകരിക്കുന്നു ഈ മാൻഷൻ എന്ന വാക്ക്. ഇനി അതുപോലെ സം ആർ ലിവിങ് ഇൻ ഹോൾസ്. ഹോൾസ് എന്ന് പറയുമ്പോൾ ദ്വാരങ്ങൾ, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ദാരിദ്ര്യത്തെയും അതുപോലെ അനാഥത്വത്തെയും, അതായത് പോവർട്ടി ആൻഡ് ഡെസ്റ്റിറ്റ്യൂഷൻ, ഇതിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്. അപ്പോൾ ദ്വാരങ്ങൾ എന്ന പദം ചേരികൾ, നമുക്കറിയാം, സ്ലംസ്, അതുപോലെ വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങൾ, പലരും നേരിടുന്ന കടുത്ത ദാരിദ്ര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. വിവിധ ഘടകങ്ങൾ കാരണം അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യം വിടാൻ നിർബന്ധിതരാകുന്നു. പലപ്പോഴും പ്രവേശനം നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിവേചനം നേരിടുന്നു. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്താതെ ഇരിക്കുകയോ ഇല്ലേ എവിടെയെങ്കിലും ഒരു ഉൾപ്പെടുത്താതെ ഇരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ആ നിരാശാജനകമായ അവസ്ഥയാണ് ഈ സ്റ്റാൻസ സൂചിപ്പിക്കുന്നത്. ആ അടുത്ത ലൈൻ കണ്ടോ, എറ്റ് ദർ ഈസ് നോ പ്ലേസ് ഫോർ എസ് മൈ ഡിയർ, എറ്റ് ദർ ഈസ് നോ പ്ലേസ് ഫോർ എസ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇടവുമില്ല. അപ്പോൾ ആവർത്തിച്ചുള്ള ആ വാചകം അമിതമായ ആ മനോവേദന എടുത്തു കാണിക്കുന്ന കവിയുടെ ഡെസ്പെയർ ആണ് എടുത്ത് കാണിക്കുന്നത്. വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ, ലുക്ക് ഇൻ ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദർ. അപ്പം ഞങ്ങൾ മുമ്പൊരു ജനതയുടെ ഭാഗമായിരുന്നു, അത് മനോഹരമാണെന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ ഒരു കാലത്ത് അവർ ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നുവെന്നും അത് തങ്ങളുടേതാണെന്ന് വിശ്വസിച്ചിരുന്നുവെന്നും എന്നാൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും കവി പറയുന്നു. അപ്പോൾ ആ സ്ഥലം ഇപ്പോഴും അറ്റ്ലസിലുണ്ട്, പക്ഷേ അവിടെ പോകാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത്. വി കനോട്ട് ഗോ ദെയർ നൗ മൈ ഡിയർ, വി കനോട്ട് ഗോ ദെയർ. പക്ഷേ ഞങ്ങൾക്ക് ഇനി അവിടെ പോകാൻ കഴിയില്ല. In the village churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear. Old passports can't do that. അപ്പോൾ ഓരോ വസന്തകാലത്തും, സ്പ്രിംഗ് ടൈമിലും മരം പൂക്കുന്നത് ജീവിതത്തിൻ്റെയും മാറ്റത്തിൻ്റെയും തുടർച്ചയെ പ്രതീകപ്പെടുത്തുന്നു. അത് സിംബിളൈസ് ചെയ്യുന്നത് കണ്ടിന്യൂഷൻ ഓഫ് ലൈഫ് ആൻഡ് ചേഞ്ച് ആണ്. അതേസമയം അഭയാർത്ഥികളുടെ കാലഹരണപ്പെട്ട, അതായത് എക്സ്പയർഡ് ആയിട്ടുള്ള പാസ്പോർട്ടുകൾ, അപ്പം ഈ എക്സ്പയർഡുള്ള പാസ്പോർട്ടുകൾ എന്ന് പറയുമ്പോൾ പുതുക്കലിൻ്റെ അഭാവവും അവരുടെ നിശ്ചലവും നിരസിക്കപ്പെട്ടതുമായ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. സ്റ്റാഗ്നന്റ് റിജക്റ്റഡ് സ്റ്റേറ്റസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രകൃതി എപ്പോഴും പുതുക്കപ്പെടുന്നത് പോലെ, നേച്ചർ റിന്യൂ ചെയ്യുന്നത് പോലെ ഒരു വീടോ ഭാവിയോ കണ്ടെത്താൻ കഴിയാത്ത കുടിയിറക്കപ്പെട്ടവരുടെ ദുരവസ്ഥ എടുത്തു കാണിക്കാനാണ് ഈ വരി ഉപയോഗിക്കുന്നത്. The consul banged the table and said, if you have got no passport, you are officially, but we are still alive, my dear, but we are still alive. അപ്പം ബാങ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക. ഓക്കെ, അപ്പോൾ കോൺസൽ എന്ന് പറയുമ്പം അംബാസിഡർ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ മേശപ്പുറത്ത് ബാങ്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, നിനക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നീ നിയമപരമായി മരിച്ചു, പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് കവി പറയുന്നു. അപ്പം അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? വെൻ ടു എ കമ്മിറ്റി, ദേ ഓഫേർഡ് മീ എ ചെയർ, ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ, ബട്ട് വേർ ഷാൽ വി ഗോ ടുഡേ, മൈ ഡിയർ, ബട്ട് വേർ ഷാൽ വി ഗോ ടുഡേ. അപ്പം എങ്ങോട്ടാണ് പോയത്? ഒരു കമ്മിറ്റിയിലേക്ക് പോയി. അപ്പം എന്താ അവർ പറഞ്ഞത്? ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി ടു റിട്ടേൺ, കം ബാക്ക് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം തിരിച്ചു വരാൻ പറയുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു, പക്ഷേ യഥാർത്ഥ സഹായം ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ എവിടെ പോകുമെന്ന് കവി ചോദിക്കുകയാണ്. Came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. അപ്പോൾ അവൻ നിങ്ങളെയും എന്നെയും കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പം
നമ്മൾ അവരെ അകത്തേക്ക് കടത്തിയാൽ അവർ നമ്മുടെ ദൈനംദിന അപ്പം മോഷ്ടിക്കുമെന്ന വരി ഒരു പൊതുയോഗത്തിൽ അഭയാർത്ഥികളോടുള്ള ഭയവും നീരസവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്പീക്കർ ഒരാൾ സംസാരിക്കുന്നു. അപ്പോൾ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനെതിരായി അവരുടെ എതിർപ്പിനെ ന്യായീകരിക്കാൻ എന്താണ് പറയുന്നത്? അഭയാർത്ഥികൾ ജോലികളും വിഭവങ്ങളും എടുത്തുകൊണ്ട് തദ്ദേശവാസികളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഈ സ്പീക്കർ പറയുന്നു. അപ്പോൾ ഡെയിലി ബ്രെഡ് എന്ന വാചകം അടിസ്ഥാന ആവശ്യങ്ങളെയും അതിജീവനത്തിനായുള്ള പോരാട്ടത്തെയും കുറിച്ചുള്ള ആശയമാണ് ഉണർത്തുന്നത്. അപ്പോൾ ജീവിതം നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങൾ പരിമിതമാണെന്നും അഭയാർത്ഥികൾ ഈ വിഭവങ്ങൾക്കായി മത്സരിക്കുമെന്നും അതുപോലെ ഇത് തദ്ദേശവാസികൾക്ക്, അതായത് ലോക്കൽ റെസിഡൻസിന് അവരുടെ പങ്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും സ്പീക്കർ പബ്ലിക് മീറ്റിങ്ങിൽ പറയുന്നു. അപ്പോൾ ആ ഇടുങ്ങിയ ചിന്താഗതിയും സഹാനുഭൂതിയുടെ അഭാവത്തെയുമാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. Thought I heard the thunder rumbling in the sky. It was Hitler over Europe saying they must die. അവർ മരിക്കണം. ഓ we were in his mind, my dear. ഓ we were in his mind. അപ്പോൾ ഇടിമുഴക്കം, തണ്ടർ ഒരു രൂപകമായി ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇടിമുഴക്കം ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്, നമുക്കറിയാം. അതെങ്ങനെ ഇരിക്കും? അത് വിനാശകരമായിരിക്കും. അപ്പോൾ കവിതയിൽ യുദ്ധത്തിൻ്റെയും പീഡനത്തിൻ്റെയും വിനാശകരമായ ശക്തികളെ പ്രതിപ്പെടുത്താൻ ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആഗോളവും സാർവത്രികവുമായ ഒരു ഭീഷണിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ആ സെക്കൻഡ് ലൈനിലെ ഇടിമുഴക്കം എന്നത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ ശബ്ദമാണെന്നും അഭയാർത്ഥികൾക്കെതിരായ മരണത്തിൻ്റെയും നാശത്തിൻ്റെയും സന്ദേശം വഹിക്കുന്നുണ്ടെന്നും വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്, ഇല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഹിറ്റ്ലർ എന്ന മനുഷ്യൻ എത്ര ശക്തനായിരുന്നുവെന്നും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് ദേവതുല്യമായ ഒരു ശക്തി എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു മെറ്റഫർ രൂപകം ചിത്രീകരിക്കുന്നു. അടുത്ത സ്റ്റാൻസറോട്ട് പോവാം. സോ എ പൂഡിൽ ഇൻ എ ജാക്കറ്റ് ഫാസ്റ്റൻഡ് വിത്ത് എ പിൻ, സോ എ ഡോർ ഓപ്പൺഡ് ആൻഡ് എ കാറ്റ് ലെറ്റ് ഇൻ, ബട്ട് ദേ വെറിൻറ്റ് ജർമ്മൻ ജ്യൂസ് മൈ ഡിയർ, ബട്ട് ദേ വെറിൻറ്റ് ജർമ്മൻ ജ്യൂസ്. ഈ സ്റ്റാൻസയിൽ കവിതയുടെ കേന്ദ്ര പ്രമേയത്തെ എടുത്തു കാണിക്കുന്നു. അതായത് അഭയാർത്ഥികളുടെ നിരാശാജനകമായ അവസ്ഥയും അവർക്ക് അഭയം നൽകാത്ത ഒരു ലോകത്ത് അവർ നേരിടുന്ന നിസ്സംഗതയും അറിയിക്കുന്ന വരികളാണ്. അപ്പോൾ ഈ ഇമേജറിയിലൂടെ മൃഗങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നതും എന്നാൽ അഭയാർത്ഥികൾക്ക് നിഷേധിക്കപ്പെട്ടതുമായ ആശ്വാസം, നമുക്ക് പറയാം സുരക്ഷ എന്നിവയുടെ ഒരു സെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജീവികളെ സ്വാഗതം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അഭയാർത്ഥികളെ നിരസിക്കുകയും അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു. അതായത് അവർ വിവേചനം നേരിടുന്നു എന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ആ ലൈൻ കണ്ടോ, സോ എ പൂഡിൽ ഇൻ എ ജാക്കറ്റ് ഫാസ്റ്റൻ വിത്ത് എ പിൻ. അപ്പോൾ ജർമ്മൻ ജനതയുടെ നിസ്സാരമായ ദൈനംദിന ജീവിതത്തെ ഒരു ജൂത അഭയാർത്ഥികളുടെ കഷ്ടപ്പാടുകളെയും താരതമ്യം ചെയ്യുകയാണ് ഇവിടെ. അഭയാർത്ഥികളുടെ ദുരവസ്ഥയേക്കാൾ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ സുഖ സൗകര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായ ജർമ്മൻ ജനതയുടെ നിസ്സംഗതയും ക്രൂരതയും എടുത്തു കാണിക്കുന്നു. ഈ പൂഡിൽ എന്നത് ജർമ്മൻ ജനതയുടെ പെറ്റ് അനിമൽസ് നമ്മൾ പറയത്തില്ലേ, ആ ലാളിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ജാക്കറ്റ് എന്നത് അഭയാർത്ഥികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ജർമ്മൻ ജനത ആസ്വദിക്കുന്ന ഭൗതിക സുഖങ്ങളെയും ക്ഷേമത്തെയും പ്രതീകപ്പെടുത്തുന്നു. അപ്പോൾ പൂഡിൽ, ജാക്കറ്റ് എന്നിവ പോലുള്ള ഈ വിശദാംശം നമ്മൾ വിചാരിക്കും നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും ജർമ്മൻ ജനത അവരുടെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിനെ ഊന്നി പറയുന്നു. അതുപോലെ ജർമ്മൻകാരുടെയും അഭയാർത്ഥികളുടെയും ജീവിതം തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ഈ വരി എടുത്തു കാണിക്കുന്നുണ്ട്. എന്താ ഷോക്കേസ് ചെയ്യുന്നത്? ആ ട്രാജിക് ഐറണി ഓഫ് ദർ സിറ്റുവേഷൻ ആണ്. വീടില്ലാത്ത ഒരു മൃഗത്തിന് അഭയം നൽകുന്ന ഒരു സാധാരണ ദയുള്ള പ്രവൃത്തിയെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് പറയാം അവർ ജർമ്മൻ ജൂതന്മാരായിരുന്നില്ല എന്ന വിപരീത വാചകം ദാരുണമായ വിരോധാഭാസത്തെ വെളിപ്പെടുത്തുന്നു. അതായത് അഭയാർത്ഥികൾക്ക് അടിസ്ഥാന ദയയും അഭയവും പോലും നിഷേധിക്കപ്പെടുന്നു. അതേസമയം മൃഗങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ നൽകുന്നു. ജൂത അഭയാർത്ഥികളെക്കാൾ കൂടുതൽ അനുകമ്പയും സ്വീകാര്യതയും ആരോട് കാണിക്കുന്നു? മൃഗങ്ങളോട് പോലും കാട്ടുന്നു. അപ്പോൾ അവരെ മൃഗങ്ങളെക്കാളും വില കുറഞ്ഞവരായി കണക്കാക്കുന്നു എന്നും ഈ ഒരു സ്റ്റാൻസ സൂചിപ്പിക്കുന്നു. Went down the harbour and stood upon the quay, saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. അപ്പോൾ ഹാർബർ ആൻഡ് ക്വേ, അപ്പം യാത്രകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നു. അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ദെയർ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൂവ്മെൻറ്റും ലാക്ക് ഓഫ് സ്റ്റേബിൾ ഹോമും ആണ്. അപ്പോൾ മത്സ്യം സ്വതന്ത്രമായി നീന്തുന്നതായി ചിത്രീകരിക്കുന്നു. അപ്പോൾ ഒരു നിയന്ത്രണവും അവർക്കില്ല. അപ്പോൾ പാസ്പോർട്ടുകൾ, രാഷ്ട്രീയ അതിരുകൾ, നമുക്ക് പറയാം സാമൂഹിക തിരസ്കരണം എന്നിവയാൽ
പെടുത്തപ്പെട്ട അഭയാർത്ഥികളുടെ സ്വന്തം അനുഭവങ്ങളുമായി ഈ ഒരു ഇമേജറി വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു ജീവിതത്തിനായി കൊതിക്കുന്നു. അപ്പോൾ 10 അടി മാത്രം അകലെ എന്നത് അഭയാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്നതും എന്നാൽ നേടാൻ കഴിയാത്തതുമായ ഒരു ജീവിതത്തോടുള്ള സാമീപ്യത്തെ ഊന്നിപ്പറയുന്നു അല്ലെ സൂചിപ്പിക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കാണാൻ അവർ വളരെ അടുത്താണ്, പക്ഷേ അതിൻ്റെ ഭാഗമാകാൻ അത്ര അടുത്തല്ല എന്നാണ് ഈ ഒരു വരി സൂചിപ്പിക്കുന്നത്. walked through a wood എന്ന് വെച്ചാൽ ഫോറസ്റ്റ്, saw the birds in the trees, they had no politicians and sang at their ease, they weren't the human race my dear, they weren't the human race. അപ്പോൾ ഇപ്പം എങ്ങോട്ട് നടക്കുന്നതായിട്ടാ പോയിട്ട് പറഞ്ഞു, ഒരു കാട്ടിലൂടെ നടന്നപ്പോൾ മരങ്ങളിൽ ആരെ കണ്ടു? പക്ഷികളെ കണ്ടു. അവർ എന്താണ് ചെയ്യുന്നത്? അവർ സ്വതന്ത്രമായി പാടുന്നു. ബിക്കോസ് എന്താ? പൊളിറ്റീഷ്യൻസ് ഹാഡ് നോട്ട് മേക്ക് ദിയർ ലൈഫ് ഹെൽ, അതായത് രാഷ്ട്രീയക്കാർ അവരുടെ ജീവിതം നരകമാക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ കണ്ടീഷൻസ് ഹ്യൂമൻ ബീങ്സിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ പക്ഷികളുടെ കണ്ടീഷൻസ് എന്ന് കവി പറയുകയാണ്. Dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. ഈ 1000 നിലകൾ അതായത് എണ്ണമറ്റ അവസരങ്ങളെയോ അനുഭവങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. നോട്ട് വൺ ഓഫ് ദം വാസ് അവേഴ്സ് എന്നാണ് കവി പറയുന്നത്. ആ സ്ഥലത്ത് അവർ ഒറ്റപ്പെട്ടു എന്ന തോന്നലിനെ ശക്തിപ്പെടുത്തുന്നു, ഇല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി എന്ന ഒരു തോന്നലിനെ ആണ് ഈ ഒരു ലൈൻ ശക്തിപ്പെടുത്തുന്നത്. തൻ്റെ സ്വപ്നത്തിൽ 1000 മുറികളുള്ള ഒരു കെട്ടിടം അദ്ദേഹം കണ്ടു, പക്ഷേ ജർമ്മൻ ജൂതന്മാർക്ക് ഒരു മുറി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കവി പറയുന്നത്. എ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫോളിംഗ് സ്നോ 10,000 സോൾജേഴ്സ് മാർച്ച്ഡ് ടു ആൻഡ് ഫ്രോ ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. അപ്പം ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ എന്നത് അവർ ആ അടിയന്തര അപകടത്തെ ഊന്നി പറയുന്നു. അതുപോലെ ഗ്രേറ്റ് പ്ലെയിൻ അത് സുരക്ഷിതമായ ഒരു താവളത്തിൻ്റെ അഭാവത്തെ അടിവരയിടുന്നു. ഈ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു തുറസായ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നു. അവിടെ അവർക്ക് ഒളിക്കാനോ അഭയം കണ്ടെത്താനോ ഒരിടവുമില്ല. അപ്പോൾ ഈ 10,000 സോൾജേഴ്സ് 10,000 സൈനികർ അതായത് അവർ നേരിടുന്ന ഉടനടി അപകടത്തെ പ്രതീകപ്പെടുത്തുന്നു. റെഫ്യൂജീസ് നേരിടുന്ന ഉടനടി അപകടത്തെ പ്രതീകപ്പെടുത്തുന്നു. അപ്പം പീഡനത്തിനും അക്രമത്തിനും മരണത്തിനുമുള്ള സാധ്യതയും പ്രതിനിധീകരിക്കുന്നു. So I hope you are clear with this explanation. Thank you. Have a nice day.